प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतम् पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीतमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 25-ാമത്തെ അധ്യായം. പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം. ശ്ലോകം 28 മുതൽ 32 വരെ വായിക്കാം. ത്വം ഹ്രീ ഭവാന്യസ്യ തവാഗ്രമാപതിം വിചിന്നതി കിം മുനിഭദ്രഹോ വനേ ത്വദംഘ്രികാമാപ്ത സമസ്തകാമം ക്വ പത്മകോശാപതിതകരാഗ്രാദ നാസാംവരോർവന്യതമാ ഭുവി സ്പൃഗ് പുരീമിമാം വീരവരേണ സാകം അർഹസ്യലം കർത്തുമദഭ്രകർമ്മണ ലോകം പരം ശ്രീരിവ യജ്ഞപുംസാം യദേശാമാപാംഗവിഖണ്ഡിതേന്ദ്രിയം സവ്രീഡഭാവസ്മിതവിഭ്രമത് ബ്രുവാ ത്വയോപസൃഷ്ടോ ഭഗവാൻ മനോഭവ പ്രഭാതതേധാനുഗൃഹാണ ശോഭനേ ത്വദാനനം സുപ്രസുതാരലോചനം വ്യാലംബിനീലാളകവൃന്ദസംവൃതം ഉന്നീയമേ ദർശയ വൽഗുവാചകം യത്പ്രീഡയാനാഭിമുഖം ശുചിസ്മിതേ. നാരദ ഉവാച ഇത്തം പുരഞ്ജനം നാരീ യാജമാനമധീരവത് അഭ്യനന്ദതം വീരം അസന്തി വീരമോഹിത. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ബേബി മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:2 അധ്യായം 25. പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം. ശ്ലോകം 28. ത്വം ഹ്രീം ഭവാന്യസ്ത വാഗ്രമാം പദീം വിജന്വതീം കിം മുനിഭദ്രഹോ വനേ തദംഗ്രികാമാ ആപ്ത സമസ്തകാമം സ്വപത്മകോശാപതിതാകര അഗ്രാത്. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ടവളെ, സുന്ദരിയായ പെൺകുട്ടി, നീ ശരിക്കും മഹാദേവന്റെ പത്നി ഭാഗ്യദേവതയെ പോലെയോ ബ്രഹ്മദേവന്റെ പത്നി വിദ്യാദേവതയെ പോലെയോ ആകുന്നു. തീർച്ചയായും അവരിൽ ഒരാളായിരിക്കേണ്ട നീ വനത്തിൽ അലഞ്ഞു തിരിയുന്നതായി ഞാൻ കാണുന്നു. മഹാമുനിമാരെ പോലെ മൗനിയാണു നീ. നീ നിന്റെ സ്വന്തം ഭർത്താവിനെ അന്വേഷിക്കുകയാണോ? നിന്റെ ഭർത്താവ് ആരു തന്നെയായാലും നീ അവന് അത്രയ്ക്ക് വിശ്വസ്തയാണെന്ന് മനസ്സിലാക്കുന്ന അവൻ എല്ലാ ഐശ്വര്യങ്ങളും കരസ്ഥമാക്കാൻ വരും. നീ ഭാഗ്യദേവതയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നിന്റെ കരത്തിൽ ഞാൻ പങ്കജപുഷ്പം കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നീ എവിടെയാണ് ആ താമരമലർ എറിഞ്ഞു കളഞ്ഞത്? ശ്ലോകം 29. നാസാംബരോരു അന്യതാമാം ഭുവിസ്പൃഗ് പുരീ ഇമാം വീരവരേണ സാകം അർഹസി അലം കർത്തും അഭദ്രകർമ്മണ ലോകം പരം ശ്രീരിവയജ്ഞ പുംസ. വിവർത്തനം. അല്ലയോ മഹാ സൗഭാഗ്യവതിയായവളെ,
നിന്റെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുന്നതിനാൽ നീ ഞാൻ സൂചിപ്പിച്ച സ്ത്രീകളിൽ ആരുമല്ലെന്ന് തോന്നുന്നു. നീ ഈ ഗ്രഹത്തിലെ ഏതെങ്കിലും സ്ത്രീ ആണെങ്കിൽ വിഷ്ണു ഭഗവാനാൽ അകമ്പടി സേവിക്കപ്പെടുന്ന ഭാഗ്യദേവത വൈകുണ്ഠ ഗ്രഹങ്ങളുടെ അഴക് അധികരിപ്പിക്കുന്നത് പോലെ എന്നോട് സഹവസിക്കുന്നതിലൂടെ ഈ നഗരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നിനക്കും കഴിയും. ഞാനൊരു ധീരനായകനും ഈ ഗ്രഹത്തിലെ ശക്തനായൊരു രാജാവുമാണെന്ന് നീ മനസ്സിലാക്കണം. ശ്ലോകം 30. യദേശമാ അഭാഗ വിഖണ്ഡിതിന്ദ്രിയം സവ്രീഡഭാവിത ഭാവസ്മിത വിഭ്രമാദ്ബ്രുവാ തയോപസൃഷ്ടോ ഭഗവാൻ മനോഭവഃ പ്രഭാതദേ അത അനുഗ്രഹാണ ശോഭനേ. വിവർത്തനം. തീർച്ചയായും നിന്റെ നോട്ടം എന്റെ മനസ്സിനെ വികാരധീനമാക്കിയിരിക്കുന്നു. നിന്റെ ലജ്ജാവിവശവും ആസക്തവുമായ പുഞ്ചിരി എന്റെ ഉള്ളിലെ ശക്തനായ കാമദേവനെ വിക്ഷുബ്ധനാക്കുന്നു. ആയതിനാൽ അല്ലയോ മനോഹരി, എന്റെ മേൽ നിനക്ക് കാരുണ്യമുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്ലോകം 31. ത്വദാനനം ശുഭ്ര സുതാരലോചനം വ്യാലംബി നീല അളക വൃന്ദസംവൃതം ഉന്നീയമേ ദർശ്യ ബൽഗുവാചകം യദ്വ്രീഡയാന അഭിമുഖം ശുചിസ്മിതേ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടി, പാറിപ്പറക്കുന്ന നീലിച്ച തലമുടിയോടും മനോഹരങ്ങളായ കൺപുരികങ്ങളോടും കണ്ണുകളോടും കൂടിയ നിന്റെ മുഖം അതീവ സുന്ദരമാണ്. നിന്റെ വായിൽ നിന്നുതിരുന്ന സ്വരം അതിമധുരിതമാണ്. എന്നിരുന്നാലും നീ നിന്റെ മുഖം നാണത്താൽ ആവരണം ചെയ്തിരിക്കുന്നതിനാൽ നിനക്കെന്നെ മുഖത്തോട് മുഖം ദർശിക്കാൻ കഴിയുന്നില്ല. ആയതിനാൽ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടി, എനിക്ക് കാണുന്നതിന് വേണ്ടി ദയവായി നീ നിന്റെ ശിരസ്സുയർത്തി മന്ദഹസിച്ചാലും. ശ്ലോകം 32. നാരദ ഉവാച ഇത്തംബുരഞ്ജനം നാരി യാജമാനം അധീരവത് അഭിനന്ദത തം വീരം ഹസന്തി വീരമോഹിത. വിവർത്തനം. നാരദൻ തുടർന്നു. എന്റെ പ്രിയപ്പെട്ട രാജാവേ, പുരഞ്ജനൻ ആ പെൺകുട്ടിയാൽ അത്രമേൽ ആകർഷിക്കപ്പെടുകയും അവളെ സ്പർശിക്കാനും ആസ്വദിക്കാനും അക്ഷമനാവുകയും ചെയ്തപ്പോൾ അവളും അവനിൽ ആകർഷിതയാവുകയും പുഞ്ചിരിയോടെ അവന്റെ വാക്കുകൾ അംഗീകരിക്കുകയും ചെയ്തു. ഈ സമയത്തിനുള്ളിൽ അവൾ നിശ്ചയമായും രാജാവിനാൽ ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ബേബി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ രാജാവ് പുരഞ്ജനന് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം അവസാനം ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്ത് ഭാരതവർഷത്തിൽ 9 ദ്വാരങ്ങളുള്ള ഒരു ശരീരം ലഭിച്ചു എന്ന് നാരദ മഹർഷി പ്രാചീന ബർഹിഷത്തിന് പറഞ്ഞു കൊടുത്തു. ഒരു കഥാരൂപത്തിലാണ് പറയുന്നത്. പുരഞ്ജനൻ ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു. അവിടെയൊന്നും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് സുഖം അനുഭവിക്കാൻ സാധിച്ചില്ല. അവസാനം അദ്ദേഹം ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഭാരതവർഷത്തിൽ എത്തിച്ചേർന്നു. അവിടെ 9 ദ്വാരങ്ങളുള്ള ഒരു വലിയ നഗരം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. ആ നഗരത്തിന്റെ വിശദീകരണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നഗരത്തിനെ സംരക്ഷിച്ചുകൊണ്ട് കോട്ടകളും അതേപോലെ അതിൽ ധാരാളം ഉദ്യാനങ്ങളും നഗര കവാടങ്ങളും നഗരവീഥികളും എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെല്ലാം ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളായിരുന്നു. അതിൽ ഒരു മനോഹരമായിട്ടുള്ള ഉദ്യാനം ഉണ്ടായിരുന്നു. ആ ഉദ്യാനത്തിൽ ശാന്തരായിട്ടുള്ള മൃഗങ്ങൾ മുനിമാരെ പോലെ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് ആ മനുഷ്യ മനസ്സിലെ സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ വനം വലിയ അപകടങ്ങൾ നിറഞ്ഞതാണെങ്കിൽ പോലും മനസ്സിൽ സങ്കല്പിക്കുന്നത് എന്താണ്? ഇത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ വീട്ടുകാർ, കുടുംബക്കാർ ഇവരെല്ലാവരും വളരെ നല്ലവരാണ്. അവരെല്ലാവരും പരസ്പരം സ്നേഹിച്ച് വളരെ സുഖമായിട്ട് എനിക്ക് ജീവിക്കാം എന്നുള്ളൊരു മിഥ്യായിട്ടുള്ള സങ്കല്പമാണ് മനസ്സിലുണ്ടാകുന്നത്. എന്നാൽ യാഥാർത്ഥ്യം ഒരിക്കലും അങ്ങനെയല്ല. പിന്നീട് ആ ഉദ്യാനത്തിൽ പുരഞ്ജനൻ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. ആ സ്ത്രീയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നിൽ 5 തലയുള്ള ഒരു സർപ്പം മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. സ്ത്രീക്ക് 10 അംഗരക്ഷകരുണ്ടായിരുന്നു. ഓരോ അംഗരക്ഷകനും 100 പത്നിമാരുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സ്ത്രീയെ പുരഞ്ജനൻ കാണുന്നത്.
അപ്പോൾ പുരഞ്ജനൻ ആ സ്ത്രീയാൽ വളരെയധികം ആകർഷിതനായി. യഥാർത്ഥത്തിൽ ആ സ്ത്രീ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ബുദ്ധിയാണ്. ബുദ്ധി ഏറ്റവും ഉന്നതമായിട്ടുള്ള പരമസത്യത്തെയാണ് അന്വേഷിക്കുന്നത്. ബുദ്ധിക്ക് അറിയേണ്ടത് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്താണ്. അങ്ങനെ ഏറ്റവും ഉന്നതമായിട്ടുള്ളതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി ഒരിക്കലും കാമത്താൽ പ്രേരിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്ഥഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസത. ബുദ്ധി അന്വേഷിക്കുന്നത് ആരെയാണ്? പരമസത്യത്തെയാണ്, അല്ലെങ്കിൽ ഭഗവാനെയാണ് ബുദ്ധി അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ സ്ത്രീയും ഭർത്താവിനെ അന്വേഷിക്കുന്ന സ്ത്രീയെ പോലെ, അലഞ്ഞു തിരിയുന്ന സ്ത്രീയെ പോലെ കാണപ്പെട്ടു എന്ന് പറയും. പക്ഷെ ഇവിടെ പുരഞ്ജനന്റെ ബുദ്ധി ഭൗതികമായിട്ടുള്ള ബുദ്ധിയായിരുന്നു. ആ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളാൽ ബുദ്ധി ആകർഷിക്കപ്പെടുന്ന സമയത്ത് അത് ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമാണ് എന്നും പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ബുദ്ധി കൊണ്ട് ആത്മീയമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് അറിയാതെ, പരമസത്യത്തെ കുറിച്ച് അറിയാതെ ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അധപ്പതനത്തിന് കാരണമാണ്. ധ്യായതോ വിഷയാൻ പുംസ എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് ബുദ്ധി അധപ്പതിച്ചു പോകുന്നത്. ബുദ്ധിനാശ പ്രണശ്യതി, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ പ്രണശ്യതി എന്ന് പറയും. ആ ഒരു ഘട്ടത്തെയാണ് ഇവിടെ വിശദമായിട്ട് ഭാഗവതത്തിൽ വിശദീകരിക്കുന്നത്. പുരഞ്ജനൻ എങ്ങനെയാണ് ആ സ്ത്രീയുടെ സൗന്ദര്യത്താൽ ആകർഷിതനാകുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്താൽ ആകർഷിതമാകുന്ന സമയത്ത് ആ സ്ത്രീയോട് സംസാരിക്കാൻ തോന്നും. അങ്ങനെ ആ സ്ത്രീയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇവിടെ പുരഞ്ജനൻ സംസാരിക്കുന്നതാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. പുരഞ്ജനൻ ആ സ്ത്രീയെ ഒരു ഭാഗ്യദേവതയായിട്ടോ അല്ലെങ്കിൽ ഭവാനി ത്വം പ്രീ ഭവാനി വാഗ്രമാപതി, സ്ത്രീയുടെ സൗന്ദര്യത്താൽ ആകർഷിതനാകുന്ന ഒരു പുരുഷൻ ആ സ്ത്രീയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇത് വിഷയചിന്തയുടെ ആരംഭമാണ്. അപ്പോൾ നീ ഭാഗ്യദേവതയാണോ? ഭഗവാൻ വിഷ്ണുവിന്റെ പത്നിയായിട്ടുള്ള രമ എന്ന് പറയുന്നത് ഭാഗ്യദേവതയാണ്, ലക്ഷ്മി ദേവിയാണോ? അല്ലെങ്കിൽ ഭവാനി ത്വം പ്രീ ഭവാനി, ഭവാനി എന്ന് പറയുന്നത് ഭവന്റെ പത്നിയാണ്. ഭവൻ എന്ന് പറയുന്നത് മഹാദേവന്റെ പത്നി പാർവതി ദേവിയാണോ? അല്ലെങ്കിൽ വാഗ്ദേവതയാണോ? സരസ്വതി ദേവിയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നീ ഭാഗ്യദേവതയാണെങ്കിൽ നിന്റെ കയ്യിലുണ്ടായിരുന്ന ആ താമരപ്പൂവ് എവിടെ പോയി എന്നൊക്കെ ഒരു സ്ത്രീയോട്, സുന്ദരിയായിട്ടുള്ള സ്ത്രീയോട് സംസാരിക്കുന്ന ആ ഒരു മോഹിതനായിട്ടുള്ള സംസാരം പുരഞ്ജനന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് പുരഞ്ജനൻ തന്നെ പറയുകയാണ്, നീ ഭാഗ്യദേവതയാകാൻ സാധ്യതയില്ല. കാരണം നിന്റെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുന്നുണ്ട്. ദേവന്മാരുടെ അല്ലെങ്കിൽ ഉയർന്ന ലോകത്തിലുള്ളവരുടെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കാറില്ല. അവർ ഭൂമിയിൽ നിന്ന് എപ്പോഴും ഉയർന്നു നിൽക്കുന്നവരാണ്. അപ്പോൾ നിന്റെ പാദം ഭൂമിയിൽ സ്പർശിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു സാധാരണ സ്ത്രീ തന്നെയാണ്. അപ്പോൾ നീ ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നു, ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമ. ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർ, പ്രത്യേകിച്ച് സ്ത്രീ പുരുഷന്മാരോട് തമ്മിലുള്ള ആകർഷണം ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും. ആ സ്ത്രീ എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം പുരഞ്ജനുണ്ടായി. അതാണ് കാമം എന്ന് പറയുന്നത്. അപ്പോൾ നീ ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പുരഞ്ജൻ തുറന്നു പറഞ്ഞു. അങ്ങനെ നീ എന്നെ വിവാഹം ചെയ്യുകയാണെങ്കിൽ നിനക്ക് വൈകുണ്ഠ ലോകത്തിൽ എങ്ങനെയാണോ ലക്ഷ്മി ദേവി എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി വസിക്കുന്നത്, അതേപോലെ നിനക്ക് ഇവിടെ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കാം എന്ന് പറയുന്നത്. ലോകം പരം ശ്രീരിവയജ്ഞപുംസാം, സ്ത്രീയെ പോലെ ഭാഗ്യദേവതയെ പോലെ നിനക്ക് ഇവിടെ എന്റെ ഒപ്പം താമസിക്കാം എന്ന് പറയും. അപ്പോൾ പുരഞ്ജനൻ സൂചിപ്പിക്കുന്നത് ജീവാത്മാവിനെയാണ്.
ജീവാത്മാവ് എപ്പോഴും ഭൗതിക ലോകത്തിൽ ഭഗവാനെ അനുകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഈശ്വരനെ പോലെയാണ്, ഞാൻ എല്ലാവിധ ശക്തിയും ഐശ്വര്യവും നിറഞ്ഞവനാണ്, എന്നോട് ചേർന്ന് കഴിഞ്ഞാൽ നിനക്കും എല്ലാവിധ ഐശ്വര്യവും അനുഭവിക്കാം എന്ന് ഈശ്വരഭാവത്തിൽ പുരഞ്ജനൻ ആ സ്ത്രീയോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഭൗതിക ലോകത്തിൽ എല്ലാ ജീവാത്മാക്കളും ഈശ്വരനെ അനുകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഈശ്വരനെ അനുകരിക്കുന്നത് യഥാർത്ഥത്തിൽ ആസുരികമായിട്ടുള്ള ഭാവമാണ്. ഈശ്വരനെ മറന്ന് ഞാൻ ഈശ്വരനെ പോലെയാണ് എന്ന് ചിന്തിക്കുന്നത് ആസുരികമായിട്ടുള്ള ഭാവമാണ്. പിന്നീട് വീണ്ടും സ്ത്രീയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഭാഗവതത്തിലും പറയുന്നുണ്ട് 5ാമത്തെ സ്കന്ധത്തിൽ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആകർഷണമാണ് ഏറ്റവും വലിയ ഭൗതികമായിട്ടുള്ള ബന്ധനം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ശ്ലോകം ശ്രീല പ്രഭുപാദരുടെ എടുത്തു പറയുന്നുണ്ട് 31ാമത്തെ ശ്ലോകത്തിൽ. പുംസ സ്ത്രീയാ മിഥുനീഭാവമേതാം തയോർമിതോ ഹൃദയ ഗ്രന്ഥി മാഹു അതോ ഗൃഹക്ഷേത്ര സുതാപ്ത വിക്തേർ ജനസ്യ മോഹോയം അഹം മമേതി. എപ്പോഴാണോ ഈ ഭൗതിക ലോകത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ആകർഷിതരാകുന്നത്, അപ്പോൾ ഹൃദയത്തിൽ വലിയ ഭൗതികമായിട്ടുള്ള ബന്ധനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതാണ് ഭൗതിക ജീവിതത്തിന്റെ തുടക്കം. വലിയ ബന്ധനം ഹൃദയത്തിൽ ഉണ്ടാകും. ഹൃദയ ഗ്രന്ഥിമാഹു. അതിനുശേഷം എന്ത് സംഭവിക്കും? പിന്നീട് അവർക്ക് എന്തെല്ലാം ആവശ്യമാണ്? അതോ ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തേർ. പിന്നീട് അവർക്ക് ഗൃഹം വേണം. സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് താമസിക്കാൻ വീട് വേണം. ക്ഷേത്രം, അവർക്ക് സ്ഥലം വേണം. കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ക്ഷേത്രം, സ്ഥലം വേണം. സുതാപ്ത വിത്തേർ. സുതന്മാർ, പുത്രന്മാർ വേണം. പിന്നെ ആപ്തന്മാർ വേണം. അവരുടെ ഐശ്വര്യ ജീവിതം അവർക്ക് ഐശ്വര്യപൂർണമായി ജീവിക്കാൻ വേണ്ടി അവർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആവശ്യമാണ്. സുതാപ്ത വിത്തേർ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി എന്ത് വേണം? വിത്തേർ. അവർക്ക് സമ്പത്തും ആവശ്യമാണ്. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ആകർഷിതനായി കഴിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ സൈക്കോളജി, അവരുടെ ചിന്തയാണ് പറയുന്നത്. അവർക്ക് വീട് വേണം, വീടിനെ കുറിച്ചുള്ള ചിന്ത, സ്ഥലത്തെ കുറിച്ചുള്ള ചിന്ത, പിന്നീട് മക്കള്, അതേപോലെ കുടുംബാംഗങ്ങൾ, പിന്നെ ഇതെല്ലാം നിലനിർത്തുന്നതിന് ധനം. പിന്നീട് അവരുടെ ജീവിതം ഇതിനു വേണ്ടിയായിരിക്കും. അവരുടെ എനർജി മുഴുവൻ, അവരുടെ സമയവും ഊർജം മുഴുവൻ ഈ കാര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയായിരിക്കും ചെലവാക്കുക. അങ്ങനെ ജീവിതകാലം മുഴുവൻ ഭഗവാനെ കുറിച്ച് മറന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവര് സമയം ചെലവാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതേ ഭാവത്തിലേക്ക് ഇവിടെ പുരഞ്ജനനും എത്തിച്ചേർന്നു. ഈ സ്ത്രീയാൽ ആകർഷിതനായി പിന്നീട് ആ ഒരു ഹൃദയ ഗ്രന്ഥി, അവിടെ ഒരു ഭൗതിക ബന്ധനം അപ്പോൾ തന്നെ വന്നു. യഥാർത്ഥത്തിൽ ബുദ്ധി കൊണ്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് താന്നു പോകുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഇങ്ങനെ പൂർണ്ണമായിട്ടും ആ സ്ത്രീയാൽ ആകർഷിതനായി പുരഞ്ജനൻ അധീരവധം, വളരെയധികം മോഹിതനായിട്ട് ആ സ്ത്രീയോട് യാചിക്കാൻ തുടങ്ങി. തന്നെ വിവാഹം ചെയ്യണം എന്നുള്ള രീതിയിൽ യാചിക്കുകയും ആ സ്ത്രീയെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. നീ ആരാണ്? നീ എവിടുന്നാണ് വന്നിട്ടുള്ളത്? നിന്റെ മുന്നിൽ പോകുന്ന ഈ സർപ്പം, 5 തലയുള്ള സർപ്പം ഏതാണ്? നിന്റെ പുറകെ നടക്കുന്ന 10 അംഗരക്ഷകർ ആരൊക്കെയാണ്? അതേപോലെ അംഗരക്ഷകരുടെ പത്നിമാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആ സ്ത്രീ ബുദ്ധി പറയുന്നുണ്ട്, ഞാൻ ആരാണ് എന്നുള്ള കാര്യമൊക്കെ ആ സ്ത്രീ മറുപടി പറയുന്നു. അത് അടുത്ത ശ്ലോകത്തിൽ നമ്മൾക്ക് വായിക്കാം. അത് അടുത്ത ദിവസം നമ്മൾക്ക് തുടർന്ന് വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. റിജോ ജോസ് പ്രഭു ഉണ്ടോ? ഹരേ കൃഷ്ണ. ഭാവന മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ജപിച്ചോളൂ മാതാജി ഒരു മാല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ